ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് ബിസ്പെക്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ വണ്ടിയാണ്. പുതിയതല്ല, സ്വല്പം പഴയതാണ്. ഒരു വിൻറ്റേജ് കാർ. 1926 ജർമ്മൻ ഓട്ടോ ബ്രാൻഡായിട്ടുള്ള മെഴ്സിഡീസ് നിലവിൽ വരുന്നത്. ലക്ഷറി ആൻഡ് കംഫർട്ടിന്റെ കാര്യത്തിൽ എന്നും ടോപ്പ് തന്നെ ആയിരിക്കും മെഴ്സിഡീസ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 1934 to 36 ടൈം പീരീഡിൽ അവരിറക്കിയ ഒരു ലക്ഷറീസ് ആൻഡ് എക്സ്ക്ലൂസീവ് മോഡലായിരുന്നു 500K എന്ന് പറയുന്നത്. അതിന് തൊട്ടു മുമ്പ് മെഴ്സിഡീസിന് ഉണ്ടായിരുന്ന ഒരു മോഡലിന്റെ പേര് 380 എന്നായിരുന്നു. ഏകദേശം 600 യൂണിറ്റ്സോളം 500Ks ആണ് അന്ന് മെഴ്സിഡീസ് ബിൽഡ് ചെയ്തത്. അതിൽ തന്നെ 25 ലിമിറ്റഡ് എഡിഷനും ഉണ്ടായിരുന്നു. ആ ലിമിറ്റഡ് എഡിഷൻ മെഴ്സിഡീസ് കൊടുത്തിരുന്ന പേര് സ്പെഷ്യൽ റോഡ്സ്റ്റർ എന്നായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മെഴ്സിഡീസ് ബെൻസ് 500K സ്പെഷ്യൽ റോഡ്സ്റ്ററിന്റെ 1:18 സ്കെയിൽ മോഡൽ കാറാണ്. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ടൈം കളയാൻ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഐറ്റം എന്നത്. ഇത് മെഴ്സിഡീസ് എന്ന ബ്രാൻഡിന്റെ പ്രീമിയർ എഡിഷനാണ്. അവർക്ക് പല എഡിഷൻസ് ഉണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് മസ്താങ്ങിന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ സ്കെയിൽ മോഡലായിരുന്നു. അപ്പോൾ ഇതാണ് അതിന്റെ ബോക്സ് വന്നത്. ബോക്സിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. 3+ years എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതല്ലാണ്ട് കാര്യമായിട്ട് ഇതിനകത്തൊന്നും പറയുന്നില്ല. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താ കഴിച്ച ഒരു 3 കോലൊക്കെ ഉണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല, നോക്കാം. ഇതാണ് ഐറ്റം. ഇത് ഞാൻ ഫുൾ അഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മോഡൽ, സ്കെയിൽ മോഡൽ. എങ്ങനെ വേണേലും നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇത് മെയ്സ്റ്റോ എന്ന ബ്രാൻഡിന്റെ ഒരു പ്രീമിയർ എഡിഷനാണ്. ഏകദേശം ഇതിന്റെ കോസ്റ്റ് വരുന്നത് 6000 റുപ്പീസാണ്. മെയ്സ്റ്റോ, ബുറാഗോ, സോളിഡോ ഇതൊക്കെ ഏകദേശം എക്കണോമിക്കായിട്ട് സ്കെയിൽ മോഡൽ ഇറക്കുന്ന വണ്ടികളാണ്. പ്രീമിയം ബ്രാൻഡ്സ് വേറെ ഉണ്ട്. ഓട്ടോ ആർട്ട്, ക്യോഷിയോ, അങ്ങനെ കുറച്ച് ബ്രാൻഡുകൾ വേറെ ഉണ്ട്. അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റിലേക്ക് പോകും. അത് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. ഈ കൊടുക്കുന്ന പ്രൈസിന് അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ് മെയ്സ്റ്റോ ഇതിൽ ചെയ്തിട്ടുണ്ട്. പെയിന്റ് ജോബ് ആയാലും ഡീറ്റെയിലിംഗ് ആയാലും ഒക്കെ നല്ല പ്രിസിഷനോടുകൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പോരായ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പ്ലാസ്റ്റിക് പാർട്സ് ആണ്. ഈ മറ്റേ പ്രീമിയം ബ്രാൻഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഒരു പ്രിസിഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലായിട്ട് കൊടുത്താണ് 2 ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, എയർ ഹോണിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ 500K എന്ന് എഴുതിയിട്ടുണ്ട്. പെയിന്റ് ജോബൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അവര്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് 3 സ്റ്റെപ്പിനി ടയർ കൊടുത്തിട്ടുണ്ട്. 3 ടയർ ഒരുമിച്ച് പഞ്ചറായാലും പേടിക്കേണ്ടതില്ല. ഇന്നത്തെ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ അത് എത്രയോ നല്ലൊരു കാര്യമാണ്. ഇന്നത്തെ പല ബ്രാൻഡുകളിലും എയർ അടിക്കാനുള്ള പമ്പ് മാത്രമാണ് കൊടുക്കാറുള്ളൂ. പിന്നെ അലോയ് വീലൊന്നും അല്ല, സ്റ്റീൽ റിമ്മാണ്. അതിന്റെ ഡീറ്റെയിലിംഗ് വരെ പക്കയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. ഇതിന്റെ റിയൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 70 feet ആയിരുന്നു. അതായത് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഫ്രണ്ടിലേക്ക് തന്നെ അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസ് തന്നെ ഉണ്ട്. ഇവിടെ നിൽക്കുന്ന ആളെ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. അന്നത്തെ കാലത്തെ ഡ്രൈവർമാരുടെ സ്കില്ലായിരിക്കും. പിന്നെയുള്ളത് ഇത് 2 seater വെഹിക്കിളാണ്. ഇതൊരു സ്പോർട്ടി ലക്ഷറിയസ് വണ്ടിയായിട്ടാണ് അന്ന് ഇറങ്ങിയത്. അന്നത്തെ ഇതിന്റെ റേറ്റ്, അതായത് 1936 ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് $11,000 ആയിരുന്നു. അത് അന്നത്തെ അത്രയും വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഇതിന്റെ ബാക്കിലായിട്ട് ഡിക്കിയൊന്നുമില്ല, ഒരു ലഗേജ് ബോക്സ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അത് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പിനി കാണാം. അത് നമ്മുടെ എഞ്ചിൻ റൂമിന്റെ സൈഡിലായിട്ടാണ്, 2 സൈഡിലുമായിട്ട് സ്റ്റെപ്പിനി ടയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലും ഒരു സ്റ്റെപ്പിനി ടയർ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഗിയർ നോബും
മീറ്റർ കൺസോളും സ്റ്റിയറിങ്ങും എല്ലാം നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എൻജിൻ റൂം എന്ന് കാണാം. എൻജിൻ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നത് ഒരു 5 ലിറ്റർ സൂപ്പർ ചാർജ്ഡ് 8 സിലിണ്ടർ എൻജിനാണ് വന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ 160 HP പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അന്നത്തെ ഒരു സ്പോർട്ടി കാറാണെന്നും കൂടി ആലോചിക്കണേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂമിൽ വന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോണറ്റ് തുറക്കുക. 2 സൈഡിലേക്കും ഇങ്ങനെ തുറക്കും. അപ്പോൾ ഒരു സൈഡ് മാത്രമേ നമുക്ക് അറ്റ് എ ടൈം തുറക്കാൻ പറ്റുള്ളൂ. ഇത് ക്ലോസ് ചെയ്താൽ മാത്രമേ അപ്പുറത്തെ തുറന്ന് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റേറ്റ് വെച്ചും കൂടി കമ്പയർ ചെയ്യണം കേട്ടോ. മേസ്റ്റോയ്ക്ക് ഇപ്പോൾ ഇതിന് ഏകദേശം 6000 റുപ്പീസാണ് വരുന്നത്. ഇതേ ഒരു സ്കെയിൽ മോഡൽ നമ്മൾ ഓട്ടോ ആർട്ടിൻ്റെ മേടിക്കുകയാണെങ്കിൽ ഏകദേശം 20,000 എബോവ് വരും. ക്യോഷിയോയുടെ ആണെങ്കിലും 25,000 എബോവ് വരും. അപ്പോൾ നമ്മൾ ആൾക്കാർ ചോദിക്കും, ഇത്രയും പൈസ കൊടുത്ത് ഇതുപോലൊരു കളിപ്പാട്ടം മേടിക്കാൻ ഭ്രാന്തുണ്ടോ? ഈ വണ്ടികളെ സ്നേഹിക്കുന്നവർക്ക് ഇത് ശരിക്കും ഒരു ഭ്രാന്ത് തന്നെയാണ്. അത് അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ പോണില്ല. നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. എനിക്കും ഒത്തിരി ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് പറയുക. പിന്നെ അണ്ടർ ബോഡി അത്ര ഡീറ്റെയിലിംഗ് ചെയ്തിട്ടില്ല. അണ്ടർ ബോഡിയിൽ കാര്യമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. 2 എക്സോസ്റ്റ് പൈപ്പ് ഉണ്ട്, അത് ഞാൻ പറയാൻ മറന്നുപോയി. 2 എക്സോസ്റ്റ് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അണ്ടർ ബോഡി ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. ഫുൾ പ്ലാസ്റ്റിക് ആയിട്ടാണ് അണ്ടർ ബോഡി കൊടുത്തേക്കുന്നത്. പിന്നെ സ്റ്റിയറിങ് ഇത് കൺട്രോൾഡ് ആട്ടോ. സ്റ്റിയറിങ് കൺട്രോൾഡ് ആണ് ഫ്രണ്ട് വീല്. നമുക്ക് തിരിക്കാൻ പറ്റും. പക്ഷെ ഒത്തിരി ബലം ഞാൻ കൊടുക്കാറില്ല. എങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ചങ്ക് തകർന്നു പോകും. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ട്. നിങ്ങൾക്ക് ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. മേസ്റ്റോയുടെ ആണ് നമ്മളിപ്പോൾ 2 ചെയ്തത്. പിന്നെ ഒരു കോർവട്ടയും ചെയ്തിരുന്നത് 1:24 സ്കെയിലാണ്. ഇതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, കണ്ട് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.